എൻ്റെ ക്രമ നമ്പർ 86,106 സിനി ഫയലിൽ. അപ്പോൾ എനിവേ വേദിയിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതിലും വിശിഷ്ട വ്യക്തികളെ ഒരു നല്ല സായാഹ്നമാക്കി നേരുന്നു. ഞാൻ ഈ സിനി ഫയലിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ സിനിമയെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ അയച്ചു വന്നു. അപ്പം ഞാനിത് ആരാണ്, പക്ഷേ സിനിമയ്ക്ക് കുഴപ്പമില്ലാത്ത അഭിപ്രായം ഉണ്ടല്ലോ, പക്ഷേ ഇങ്ങനെ അതിലിങ്ങനെ ഓരോരുത്തർ, അപ്പോൾ എനിക്കിതിനെപ്പറ്റി അത്ര അറിയില്ലായിരുന്നു അപ്പോഴാണ്. അപ്പോൾ ഈ കൺകെട്ട് സിനിമയിൽ മാമുക്കോയെ പറയുന്നുണ്ടല്ലോ, ആരാ എന്നെ തൊട്ട് കളിക്കാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ജയറാം പറയുന്നുണ്ട് ഞാനുണ്ട് തൊട്ട് കളിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിനെ പറ്റി അന്വേഷിക്കുകയോ അപ്പോൾ ചോദിച്ചപ്പോഴാണ് വിജിത്തിനെ ഇവൻ പരിചയപ്പെടുകയോ അപ്പം കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ചേട്ടാ ഇത് ഇന്നതുപോലെയാണ് കാര്യങ്ങളെല്ലാം ഇവൻ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാൽ ബിസിനസ്സുകാരനാണോ എന്താണോ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതിൽ ചേർന്നേക്കാം എന്ന് തീരുമാനമെടുത്തു. അപ്പം ഇനി നെഗറ്റീവ് വരത്തില്ലല്ലോ എന്ന് ഓർത്ത് വിജിത്ത് പറഞ്ഞ് ഞാനങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതായി. അടുത്ത സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇത് വന്നു, മോശം അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കൺകെട്ട് എന്ന് പറയുന്ന സിനിമയിൽ വീണ്ടും ഞാൻ ആലോചിച്ചു എന്താണെന്ന് വെച്ചാൽ, ജയറാം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാമുക്കോയെ തോളെ കൈയിട്ടിട്ട് ആരുണ്ടറ ഞങ്ങളെ തൊട്ട് കളിക്കുക എന്നുള്ള രീതി. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ചിലരുടെ നമുക്ക് അടപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഇന്നാള് ഞാനൊരു സഭയിലൊരു ഇത് ചെന്നപ്പോൾ എന്നെ അറിയാത്തവൻ എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അവൻ എന്നെ അറിയത്തേ ഇല്ല, അവൻ ചുമ്മാ അല്ല, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ നമുക്ക് അടച്ചു മൂടാനായിട്ട് പറ്റത്തില്ല. അഭിപ്രായങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിട്ടിരിക്കും. സിനിമ വരുന്നുണ്ടോ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. ഇപ്പോൾ 2024 വർഷത്തിലേക്ക് കടന്നു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക. ഞാൻ 2023 തീരാറായപ്പോഴത്തേനും പള്ളിയിൽ പോയി ഈവൻ പ്രാർത്ഥിച്ചു, ദൈവമേ 2024 വർഷം നല്ല പ്രകാശപൂർണമായിരിക്കണമേ എന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂതിരിയൊക്കെ കത്തിക്കാനായിട്ട് പോവായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂടെ പൂതിരി കത്തിച്ച ഒരാളുടെ അത് സ്പാർക്ക് എൻ്റെ കണ്ണിലേക്ക് വന്നിട്ട് വീണ് ഞാനിപ്പോൾ ഒരു 10 ദിവസമായിട്ട് റെസ്റ്റ് എടുത്തിട്ടിരിക്കുമായിരുന്നു. കാരണം ഞാൻ ഓർത്തു പ്രാർത്ഥനയ്ക്കൊക്കെ ഇത്ര വേഗം തന്നെ ഉത്തരം തരുവാണെന്ന്. കാരണം എൻ്റെ കണ്ണ് 2024 ആകുന്നതിന് ഇപ്പുറം തന്നെ പ്രകാശമാക്കി തന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത്, ന്യൂ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഈശോ പോലും ദൈവം പോലും ഫ്രീ ആയിരുന്നു. കാരണം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേനും ആരും പ്രാർത്ഥിക്കാനായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ കയ്യോടെ തന്നെ അവസരമൊക്കെ ഈ ടീം തന്നു. ഇനി ഞാനതൊരു നർമ്മത്തിലങ്ങ് ആക്കിയെന്നേ ഉള്ളൂ. കാരണം സന്ദീപ് എക്കണോമിക്സിനെ പറ്റി പറഞ്ഞു, വിജയ് ബാബു സെയിൽസ് ഡിപ്രഷനെ പറ്റി പറഞ്ഞു, നാദക്ക കവിത പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഒരു സീരിയസ് ടോക്കിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു ഒരു സിനി ഫയൽ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, അതിൻ്റെ മെമ്പേഴ്സാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഫണ്ണായിട്ട് കാണുക. പക്ഷെ അതിൻ്റെ ഇടയിൽ വിജയ് ബാബു പറഞ്ഞൊരു വളരെ വലിയ കാര്യമാണ്, ചെറിയ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൻ്റെ ഷോസ് തരുന്നത്. അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ്. കാരണം അത് ഞങ്ങൾ സീരിയസ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ തന്നെ കൂലംകഷിതമായിട്ട് ഞങ്ങൾ ചിന്തിച്ച് വിജയ് ബാബുവിനോട് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എനിവേ 1,00,000 സബ്സ്ക്രൈബേഴ്സായി സിനി ഫയലിൽ. 2 രീതിയിൽ പറയാം, സിനി ഫയൽ എന്നും പറയാം, സിനി ഫീൽ എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലുമൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ ഇവരുടെ ഒരു സന്തോഷ മൊമെൻറ്റിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിജിത്തും ബാക്കിയുള്ള കൂട്ടാളികൾക്കും പടയാളികൾക്കും എല്ലാം ഒരു ആശംസ നേരുവാണ്. സോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ